ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ അമ്മാവൻ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ വാർത്ത ആരും അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല. കുഞ്ഞിന്റെ അമ്മയും അമ്മാവനും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടെന്നും അമ്മ കൊലയ്ക്ക് കൂട്ടുനിന്നെന്നും തുടങ്ങി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ കൊച്ചി തിരുവാണിയൂരിൽ നിന്ന് വന്ന വാർത്ത കേട്ട ഞെട്ടലിലാണ് മലയാളികൾ. സംഭവം ഇങ്ങനെ: കൊച്ചി തിരുവാണിയൂർ പഞ്ചായത്തിലെ 69-ാം നമ്പർ അങ്കനവാടിയിൽ വൈകിട്ട് 3:15 അമ്മ സന്ധ്യ എത്തുമ്പോൾ 3.5 വയസ്സുകാരി കല്യാണി ഉറക്കം കഴിഞ്ഞ് പാല് കുടിക്കുന്ന സമയമായിരുന്നു. 3:30 അമ്മ സന്ധ്യയുടെ കൈയും പിടിച്ച് സന്തോഷത്തോടെ പുറത്തേക്ക് പോയ കല്യാണി ഇനി ഒരിക്കലും ആ അങ്കനവാടിയിലേക്ക് മടങ്ങി വരില്ല. മഴയും ഇരുട്ടും മറ്റു തടസ്സങ്ങളുമൊന്നും വകവയ്ക്കാതെ ഒരു നാടും ഔദ്യോഗിക സംവിധാനങ്ങളും മുഴുവൻ ശ്രമിച്ചിട്ടും കല്യാണിയെ ജീവനോടെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചില്ല. സന്ധ്യ കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞുവെന്ന് സമ്മതിച്ചിട്ടുണ്ട്. സന്ധ്യയുടെ മാനസികാരോഗ്യം പരിശോധിക്കും. സന്ധ്യയുടെ മാനസിക നിലയെക്കുറിച്ചും ഭർത്തൃവീട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ചകളും സജീവമാണ്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് സംബന്ധിച്ച് സന്ധ്യയുടെ വീട്ടുകാരും സുഭാഷും പറയുന്നത് സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്നാണ്. എന്നാൽ ബന്ധുക്കളും അയൽക്കാരും പറയുന്നത് മറിച്ചു. പലപ്പോഴും കുട്ടിയെ അകാരണമായി അടിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായിരുന്നു സന്ധ്യയുടെ പ്രകൃതമെന്നും ഇതുമൂലം ഒരിക്കൽ കല്യാണിയെയും മൂത്ത കുട്ടിയെയും സന്ധ്യയുടെ അമ്മ തന്നെ സുഭാഷിന്റെ വീട്ടിൽ കൊണ്ടാക്കിയെന്നും പറയപ്പെടുന്നുണ്ട്. സന്ധ്യയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. ഇടയ്ക്ക് സന്ധ്യയുടെ പെരുമാറ്റം മൂലം മാനസികാരോഗ്യ പരിശോധനയ്ക്ക് ഭർത്താവിന്റെ കുടുംബം ആവശ്യപ്പെട്ടെന്നും ഇപ്രകാരം പരിശോധന നടത്തിയെന്നും സന്ധ്യയുടെ അമ്മ അല്ലി പറയുന്നുണ്ട്. എന്നാൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയത്. മകളെ സുഭാഷ് മർദ്ദിച്ചിരുന്നുവെന്നും അമ്മ പറയുന്നുണ്ട്. അംഗനവാടിയിൽ നിന്ന് 3:30 ഇറങ്ങി രാത്രി 7 മണിയോടെ 35 കിലോമീറ്ററുകൾക്കപ്പുറം കുറുമശ്ശേരിയിലെ വീട്ടിലെത്തിയ സന്ധ്യയ്ക്കൊപ്പം കുഞ്ഞില്ലായിരുന്നു. അവിടെ മുതലാണ് ഒരു നാടിനെ മുഴുവൻ മുൾമുനയിലും പിന്നീട് ദുഃഖത്തിലും ആഴ്ത്തിയ സംഭവങ്ങൾ പുറത്തുവരുന്നത്. ആലുവയിൽ വെച്ച് കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്നും അതല്ല ബസ്സിൽ വെച്ച് നഷ്ടപ്പെട്ടെന്നും തന്റെ കയ്യിൽ നിന്ന് പോയെന്നും പരസ്പര വിരുദ്ധമായ മറുപടിയാണ് വീട്ടുകാരോട് സന്ധ്യ പറഞ്ഞത്. ആശുപത്രിയിൽ കഴിയുന്ന പിതാവിനെ സന്ദർശിച്ച ശേഷം 3:30 വീട്ടിലെത്തിയ സുഭാഷ് കിടന്നുറങ്ങി. 6 മണിയോടെ ഉണർന്നിട്ടും സന്ധ്യയും കുഞ്ഞും എത്താത്തതിനാൽ വീട്ടുകാരെ ബന്ധപ്പെട്ടു എന്നാണ് പറഞ്ഞത്. എന്നാൽ സന്ധ്യ വീട്ടിലെത്തിയിട്ടില്ലായിരുന്നു. സന്ധ്യയുടെ വീട്ടുകാർ വനിതാ സെല്ലിൽ ബന്ധപ്പെട്ടുവെന്നും അവിടെ നിന്ന് തന്നെ വിളിച്ചിരുന്നുവെന്നും സുഭാഷ് വ്യക്തമാക്കി. ഈ സമയത്താണ് സന്ധ്യ കുഞ്ഞില്ലാതെ സ്വന്തം വീട്ടിലേക്ക് എത്തുന്നത്. ഇതറിഞ്ഞതോടെ 7:30 സുഭാഷ് പുത്തൻകുരിശ് പോലീസിലെത്തി. കുഞ്ഞിനായുള്ള അന്വേഷണം ആരംഭിക്കുന്നത് ഈ സമയത്താണ്. പുത്തൻകുരിശ് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും സന്ധ്യയെ ചെങ്ങമനാട് പോലീസ് എത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കുഞ്ഞിനെ കാണാതായത് സംബന്ധിച്ച് പോലീസിനോടും പരസ്പര വിരുദ്ധമായാണ് സന്ധ്യ തുടക്കത്തിൽ സംസാരിച്ചതെങ്കിലും പോലീസ് സന്ധ്യ യാത്ര ചെയ്ത വഴികൾ പരിശോധിച്ചു. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെയായിരുന്നു ഇത്. ഇതിനനുസരിച്ച് ചോദ്യം ചെയ്യലും പുരോഗമിച്ചിരുന്നു. ആലുവയിൽ ബസ് ഇറങ്ങിയ സന്ധ്യ അവിടെ നിന്ന് കുറുമശ്ശേരി ജംഗ്ഷനിലേക്ക് ഓട്ടോയിലെത്തി. അവിടെ നിന്ന് മൂഴിക്കുളത്തേക്ക്, അവിടെ നിന്ന് വീണ്ടും കുറുമശ്ശേരിയിലെത്തി ഓട്ടോ പിടിച്ചാണ് 1.5 കിലോമീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് എത്തിയത്. മൂഴിക്കുളത്ത് കുട്ടിയുമായി വന്നിറങ്ങിയ സന്ധ്യയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞത് പോലീസിന് ലഭിച്ചു. ഈ സമയത്ത് തിരുവാങ്കുളം മുതൽ സന്ധ്യയുടെ വീട് വരെയുള്ള ഭാഗങ്ങളിലും ഈ മേഖലയിലെ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലുമെല്ലാം പോലീസ് പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. മൂഴിക്കുളം വരെ എത്തിയതിന്റെ തെളിവുകൾ ലഭിച്ചതോടെ സന്ധ്യ താൻ കുഞ്ഞിനെ ഇവിടുത്തെ പാലത്തിൽ ഉപേക്ഷിച്ചുവെന്ന് വ്യക്തമാക്കി. 9:30-10 മണിയോടെ പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും മൂഴിക്കുളം പാലത്തിലേക്ക്. മൂഴിക്കുളം പാലത്തിന്റെ നടുക്കുവരെ താൻ എത്തിയെന്ന സന്ധ്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആലുവ DYSP ഉൾപ്പെടെയുള്ളവർ രാത്രി 11:30 പാലത്തിന്റെ അടിയിലേക്ക്. പ്രദേശത്ത് മഴയും കനത്തെങ്കിലും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും പരിശോധന നടത്തി. പാലത്തിന്റെ തൂണിനോട് ചേർന്നുള്ള ഭാഗത്ത് വെള്ളത്തിന് ആഴം കൂടുതലായതിനാൽ സ്കൂബ ടീമിനെ വിളിക്കാൻ 12 മണിയോടെ തീരുമാനം. 12:45 ആലുവയിൽ UK സ്കൂബ ടീം എന്ന സംഘത്തിലെ 6 പേർ എത്തുകയും തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. 2 മണിവരെയുള്ള കനത്ത മഴ വകവയ്ക്കാതെ തിരച്ചിൽ നടത്തിയിട്ടും കുഞ്ഞിനെ കിട്ടിയില്ല. ഈ സമയത്ത് ഫയർഫോഴ്സിന്റെ മുങ്ങൽ വിദഗ്ധരുടെ 6 അംഗ സംഘം എത്തി തയ്യാറെടുപ്പുകൾ നടത്തി. 2:20 മൂഴിക്കുളം പാലത്തിന്റെ 3ാമത്തെ തൂണിന് സമീപം മണ്ണിൽ കിടക്കുന്ന രീതിയിൽ കുഞ്ഞിന്റെ മൃതദേഹം സ്കൂബ ടീം കണ്ടെത്തുകയായിരുന്നു. ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സന്ധ്യ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞത്.
മകളെ കൊലപ്പെടുത്തിയത് ഭർതൃ കുടുംബം വിഷമിക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണെന്നാണ് പോലീസിനോട് സന്ധ്യ വെളിപ്പെടുത്തിയത്. ഭർത്താവ് സുഭാഷിന്റേത് ആൺമക്കൾ കൂടുതലുള്ള കുടുംബമാണ്. കല്യാണിയെ കുടുംബത്തിലെ എല്ലാവരും സ്നേഹിച്ചത് സന്ധ്യയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. സുഭാഷിന്റെ അമ്മ കുട്ടിയെ കൂടുതൽ ലാളിക്കുന്നതും സന്ധ്യ വിലക്കിയിരുന്നുവെന്നും പോലീസ് പറയുന്നു. സുഭാഷ് അറിയാതെ സന്ധ്യയുടെ വീട്ടിൽ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. തനിക്ക് വേണ്ടിയല്ല ഈ പണം വാങ്ങിയതെന്ന് സുഭാഷ് സന്ധ്യയുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. ഈ പണം എന്തിന് ചെലവഴിച്ചു എന്നും കണ്ടെത്താനായില്ല. ഇതും സന്ധ്യയുടെ വൈരാഗ്യം കൂട്ടിയെന്നാണ് വിലയിരുത്തൽ. സന്ധ്യയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഉടൻ പോലീസ് കോടതിയെ സമീപിക്കും. സന്ധ്യ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെങ്കിലും പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസ് നീക്കം. പ്രതിയുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ചോദ്യം ചെയ്യൽ ഇന്ന് ആരംഭിക്കും. ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സന്ധ്യയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. എറണാകുളം ചെങ്ങമ്മനാട് പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് സന്ധ്യയെ കോടതിയിൽ ഹാജരാക്കിയത്. സന്ധ്യ നിലവിൽ കാക്കനാട് വനിതാ സബ് ജയിലിലാണ്. ഡോക്ടർമാരുടെ വിദഗ്ധ ഉപദേശം ലഭിച്ചതിന് ശേഷം പ്രതിയുടെ മാനസിക നില പരിശോധിക്കുമെന്ന് റൂറൽ SP M ഹേമലത വ്യക്തമാക്കിയിരുന്നു. കൊലപാതക കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൊലയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലിനും തെളിവ് ശേഖരണത്തിനും ശേഷമായിരിക്കും കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരിക.